അതേ എന്താ സുഖം അതിപ്പോ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അല്ല ഇപ്പൊ രാഘവട്ടം വരണ്ടേ? രാഘവട്ടം വന്നാലേ ഇപ്പൊ എടുക്കാൻ പറ്റൂ. ജീവിച്ചിരിക്കുന്നത് രക്തസാക്ഷിയാണ് രാഘവൻ. 80 കഴിഞ്ഞോളൂ. ഇതെന്താ രാഘവേട്ട എത്ര നേരായി? ലേശം വൈകി പോയി. ലേശം വൈകി പോയി. നീ നമുക്ക് കാര്യങ്ങൾക്ക് കിടക്കാം. ഞാനല്ല സുഖം തുടങ്ങി. അതൊക്കെ നിനക്കല്ലേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്തിരി വിദ്യാഭ്യാസം. ആരെങ്കിലും ഒന്ന് ആ വേണ്ടാന്ന് ഞാൻ തുടങ്ങി. മുണ്ട് കഴിച്ചിട്ട് നമ്മള് മണ്ണിമാരുന്ന മുണ്ട് കഴിച്ചു. ഫോൺ ആരെങ്കിലും ഉണ്ടാ? ഒന്ന് എടുത്തറ, വീഡിയോ എടുക്കണം. ഫേസ്ബുക്കിലൊക്കെ ഇടല്ലോ അല്ലേ? അത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അറിയിക്കണേ. അപ്പോ ആദരണീയരായ മദ്യപാനികളെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ കൂടിയത് എന്താന്ന് വെച്ചാൽ ഇന്നൊരു വലിയ സുദിനാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഞാനതൊന്ന് പറയുകയാണെന്ന് മാത്രം. അത് വേണല്ലോ. അതായത് നമ്മുടെ കൂട്ടത്തില് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള, എന്നാ പ്രത്യേകിച്ച് ജോലിയൊന്നും കിട്ടാതെ ഈ മദ്യപന്മാരുടെ ഒരു ശ്രേണിയിലേക്ക് വന്നിട്ടുള്ള പ്യാരിജാതൻ ഇന്ന് പരിപൂർണനായിരിക്കുകയാണ്. അതെ അതെ. അതായത് മദ്യപിക്കുന്ന രീതിയെ പറ്റി എപ്പോഴും കാണുമ്പോഴൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആളുകളോട് പറയുകയും പ്യാരിയോട് പറയുകയൊക്കെ ചെയ്തിട്ടുള്ള പ്യാരിയുടെ തന്നെ ഭാര്യയായിട്ടുള്ള മണ്ടോദരിക്ക് നമ്മുടെ ബിവറേജില് ഒരു ജോലി കിട്ടിയിരിക്കുകയാണ്. എന്തിനാണോ എതിർത്തോണ്ടിരുന്നത് ആ സ്ഥാപനത്തിലാണ് മണ്ടോദരിക്ക് ജോലി കിട്ടിയിട്ടുള്ളത്. നമ്മളെ തറവാട്ടിലാണ് ജോലി കിട്ടിയത്. തറവാട്ടിലാണ് ജോലി കിട്ടിയത്. ഇനി നമുക്ക് ക്യൂ നിൽക്കണ്ട, ബിവറേജിൽ പോയിട്ട് നമ്മളിങ്ങനെ ക്യൂ നിൽക്കേണ്ട ആവശ്യം ഇനി ഉണ്ടാവില്ല. ഇനി നമ്മളൊന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ആവശ്യമുള്ള സാധനം പ്യാരിയുടെ ഭാര്യ മണ്ടോദരി ഇവിടെ നമുക്ക് സ്ഥലത്തേക്ക് എത്തിച്ചു തരും. നമ്മൾ എടുക്കാൻ പോയാൽ മാത്രം മതി. അപ്പൊ അതില് നമുക്ക് എല്ലാവർക്കും, ഇത് പ്യാരിയുടെ മാത്രല്ല, നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പൊ ഈ ഒരു സന്തോഷത്തില് ഒരു 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്യാരിയെ ക്ഷണിക്കും. പറഞ്ഞോ ചെല്ലു. വീട്ടിലുണ്ട് ഒരെണ്ണം. എന്തിന്? ശീശാസ്ത്രീകരണം, അയൽക്കൂട്ടം, തൊഴിലുറപ്പ്. ഭാവിയാണ് തീർന്നു. ഫ്യൂച്ചർ ഓഫ് ദി എൻഡ്. അത് നോക്കണ്ട, ഇത് നോക്കേ. തുടങ്ങിക്കോ. ബഹുമാനപ്പെട്ട കാരണവര് രാഘവട്ടൻ, സത്യേട്ടൻ, സുധേട്ടൻ, എനിക്കങ്ങനെ പറയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നേടിയെടുക്കാൻ പറ്റാതിരുന്നത് മുഴുവൻ നമ്മൾ ഭാര്യമാരെ കൊണ്ട് നേടിയെടുക്കണം. അതിനെന്താണ് വേണ്ടത്? എന്റെ അനുഭവമാണ് പറയണത്. അതിനെന്താണ് വേണ്ടത്? അവർക്ക് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കാം. നമ്മള് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ ഒരു 1.5 രാഘവൻ ചാരായമാണെന്ന് ചാരായം തന്നു ഓർക്കണ്ട. അത് ഞാൻ കുടിച്ച് തുടങ്ങിയിട്ട് ഈ നിമിഷം വരെ മുടക്കിയിട്ടില്ല. പിന്നെ ഒരു ദിവസം മൂക്കിന്ന് ചെറിയ ചോര വന്നപ്പോ ഡോക്ടറൊക്കെ ഉണ്ട്, ചെക്ക് ചെയ്തപ്പോ ഫാറ്റി ലിവറാണ്. പ്രസാട്ടം പറഞ്ഞ് കുടിക്കണേ കുഴപ്പമില്ല. മണ്ടു പറഞ്ഞ് ഇനി കുടിക്കരുത്, ചത്തുപോകും. പ്രസാട്ടം പറഞ്ഞ് ഇത് എല്ലാവർക്കും ഉണ്ട്, ഇച്ചിരിച്ച കുടിച്ചോന്നും പറഞ്ഞ് പുള്ളി മിലിറ്ററി മേടിച്ചു തന്നു. അപ്പൊ ഇനി കുടിച്ചാ ഞാൻ ചത്തുപോകും എന്ന് പറഞ്ഞ ഡോക്ടർ പിന്നെ കാണാൻ ചെന്നപ്പോ അയാളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് മാലയിട്ട് വെച്ചേക്കും. അയാള് ചത്തുപോയി. അപ്പൊ പ്രസാദേട്ടനാണ് സത്യത്തിൽ ഡോക്ടർ. അപ്പൊ നമ്മള് ഇവിടെ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എന്താ ചെയ്തത്? ദിവസവും കുടിക്കും. വെളിവ് പോയാൽ നമ്മുടെ വേടിച്ചേരന്റെ പീഠത്തിനെ കിടന്ന് ഞാൻ ഉറങ്ങും, വഴി കിടന്നുറങ്ങും. എത്ര തെണ്ടിപ്പട്ടികൾ എന്റെ വാള് നക്കിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തുറന്നു പറയണേന്ന്. അപ്പൊ എന്താണ്, ഇവക്കൊരു കലി കയറി, എങ്ങനെയെങ്കിലും സർക്കാർ ജോലി വേണം. അതിനൊരു വാശി കയറി. ഇപ്പൊ അവള് പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ അവള് ലക്ഷ്യത്തിലെത്തി.
ആ വാശി കൊടുത്ത ആളാണ്. വാശി കൊടുത്ത ആളാണ്. നമ്മള് അവരെ പ്രോത്സാഹിപ്പിക്കാൻ. ഞാൻ വീട്ടിൽ ചെല്ലൂല, ഒരു ശല്യൂല, അതെ, പിണങ്ങാനുമില്ല, ഒന്നിനുമില്ല ഒക്കെ തോന്നുന്നു. ഞാൻ ഒരു ശല്യൂല. അവക്ക് വാശി കയറി എങ്ങനെയെങ്കിലും ജീവിക്കണം. ഇപ്പൊ എന്തു പറ്റി? അവള് പണിയെടുത്ത് എന്നെ നോക്കും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യയാണ് ഞാൻ. ഇനി ഭർത്താവ്. അതുകൊണ്ട് എന്തുണ്ടായി? ഇനി മണ്ടു സർവീസിലിരുന്ന് ചത്തുപോയാ എനിക്ക് ജോലി കിട്ടും. ഇനി അവള് പ്രായമായി ചത്തുപോയി നോക്ക്, എനിക്ക് പെൻഷൻ കിട്ടും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ കൊണ്ട വെയിലും ഞാൻ കൊണ്ട മഴയും എന്നെ നക്കിയ പട്ടിയും ഞാൻ കിടന്ന പീഡിയത്തിനൊക്കെയാണ് ഇവക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായത്. അപ്പൊ ഞാൻ ഈ ജീവിതകാലം മുഴുവൻ കുടിക്കാൻ വേണ്ടി സർക്കാരിന് കൊടുത്ത പൈസ മാസം മാസം ശമ്പളമായിട്ട് എന്റെ കുടുംബത്തോട്ട് വരും. അപ്പൊ നമ്മുടെ ഈ കുടി നമുക്ക് വേണ്ടി പണിയെടുക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ബീവറേജിൽ നിന്ന് എന്തെല്ലാം സംവിധാനം നമുക്ക് വേണോ മണ്ടുവിന്റെ ഇടപെടൽ ഉണ്ടാവും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് എന്നെ കുടി പഠിപ്പിച്ച രാഘവേട്ടനെ മനസ്സിൽ ധ്യാനിച്ച എല്ലാവർക്കും നന്ദി. അപ്പൊ ഇനി നമ്മള് അടുത്തതായിട്ടൊരു ചെറിയ സസ്പെൻസിലേക്ക് പോവാണ്. അതായത് പേര് പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ കുടി പഠിപ്പിച്ച നമ്മുടെ രാഘവേട്ടനും നമ്മുടെ സുഗതനും കൂടെ ചേർന്നിട്ട് നമ്മുടെ പ്യാരിക്ക് ഈ സന്തോഷത്തിൽ ഒരു ഉപഹാരം കൊടുക്കുന്നുണ്ട്. പ്രസാദ്, ഉപഹാരം എടുത്തോ. ആ, അപ്പൊ ഈ ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രാഘവേട്ടനെ സുഗതനെ ക്ഷണിക്കും. അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്യാരിയെ ക്ഷണിക്കും. കൈയടിക്കണം. അവിടെ ഒന്ന് ചേർന്ന് നിൽക്ക്. നേരെ ഓക്കെ. എത്ര വേണമെങ്കിലും അടിച്ചോ, പക്ഷെ ഓഫ് ആവരുത്. ആ മുറുക്കെ പിടിക്കണ്ട, എല്ലാവർക്കും കൂടി ഇവിടെ ആ ഗ്ലാസ് ഒക്കെ എടുത്തോ. ഇതെല്ലാം എനക്ക് നിങ്ങൾ ഒരിക്കൽ തരേണ്ടി വരും. ആ, അതാണ് എന്റെ ഓളെ ഞാൻ ബീവറേജിൽ കയറ്റി തന്റെ കാര്യം. നീ ആദ്യം ഇത് അടിക്കുക. ഇനി നമുക്ക് 1-ാം തീയതി കണ്ട മിലിറ്ററിക്കാരുടെ വീട്ടിന് മുമ്പ് പോയി തെണ്ടല്ലോ. ഒരു തെണ്ടിന്റെ അടുത്തും പോകണ്ട, സാരം വീട്ടിലുണ്ടാവും. പിന്നെ 1-ാം തീയതി തലേദിവസം ശ്രീനാരായണ ഗുരു ജയന്തി, സമാധി, ഗാന്ധി ജയന്തി, ഗാന്ധി സമാധിനൊക്കെ തലേ ദിവസം അവളോട് പറയണ ഒരു 5-8 ഫുള്ള് വീട്ടിൽ കൊടുന്നേക്കാൻ. നമുക്ക് വേണ്ട എടുത്ത് ബാക്കി ഞാൻ അധികം വിലക്ക് പോരാ, 10 വേണം. എന്ത് സംവിധാനം വേണേലും ചെയ്യാ. തുടക്കത്തിലല്ല, പതുക്കെ ഇത് പെട്ടെന്ന് പറയാം. പക്ഷെ ഒരു കുപ്പി എനിക്ക് പ്രത്യേകം തരാൻ വേണ്ടി പറയാം. തരും. രാഘവേട്ടന് തന്നില്ല, ആർക്ക് കൊടുക്കും ഞാൻ? അതെ. മണ്ടോ ഞാനെന്നെ കാണാൻ നിക്കേനി. അല്ല, ഗവൺമെന്റ് പണിയെ കിട്ടിയിട്ട് എന്താ മുഖത്ത് തെളിച്ചില്ലാത്ത? അങ്ങനെയൊന്നുമില്ല. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്റെ മുഖത്ത്. അല്ല, എനിക്ക് ടീച്ചറാവാനായിരുന്നു ആഗ്രഹം. ഇതിപ്പോ അതല്ലല്ലോ. നോക്ക്, ഒരു സർക്കാർ പണി കിട്ടാനാണ് എല്ലാരും ആഗ്രഹിക്കുന്നത്. അത് കിട്ടിയിട്ട് ഇങ്ങനെ മുഖം പൂരിപ്പിച്ച് കുത്തിരിക്കാന്ന് പറഞ്ഞാൽ ശരിയില്ലട്ടോ. എന്നാലും ഇതൊക്കെ ഈ കള്ളുകുടിയന്മാരുടെ ഇടയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എനിക്കിനി ബോണസ് കിട്ടൂ, വയസ്സായ പെൻഷൻ കിട്ടൂ. ഇതൊക്കെ ആർക്കാ കിട്ടിയ വരെ? അതൊക്കെ ശരിയാണ്. പക്ഷെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഇവിടത്തെ കാര്യം അറിയാലോ. ആരിന്റെ കാര്യമായി പറയണേ? ആ ഒന്നിക്ക് നോക്കണ്ട. ഇതിപ്പോ രണ്ടുപേരും 24 മണിക്കൂറും ബിവറേജിൽ തന്നെ ആവോ അവസാനം? അങ്ങനെ നോക്കണ്ട. ഈ ജോലിക്കാ പോണേ. ഓനവിടെ പൈസ അങ്ങോട്ട് കൊടുക്കാൻ പോവുക. അനക്കവിടെ പോയി പണിയെടുക്കണേ ഗവൺമെന്റ് ഇങ്ങോട്ട് ശമ്പളം തരൂ. അതാണ് ഈ നോക്കണ്ടത്. എന്നാലും ഇതൊക്കെ ഈ കള്ളുകുടിയന്മാരൊക്കെ വന്ന് അവിടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവിടെ ഈ കണ്ടില്ലേ, അവിടെ ഇരുമ്പിന്റെ ഒരു മറ്റേ ഗ്രില്ലൊക്കെ ഇട്ടൊരു ഇതാണ്. അതിനുള്ളിൽ കൂടെ 2 തുളയുണ്ട്. ആ തുളയിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് എന്താ വേണ്ടിയെന്ന് ചോദിക്കുക. അപ്പൊ ഒരു പൈസ ഒരു ഉള്ളിൽ കൂടെ അങ്ങോട്ട് കൊടുക്കുക. അത്രയൊക്കെ ഉള്ളൂ. അവിടെ പോവാറുണ്ടോ? ഞാനോ? ഞാൻ തൊട്ടിപ്പുറത്ത് കോഴിപ്പീടിയാണല്ലോ.
കോഴിപ്പീടിയെ പോകുമ്പോ ഇങ്ങനെ കാണും ഓരോരുത്തർ ഇങ്ങനെ കച്ചര ഒരു പുറത്തുനിന്ന് കച്ചര കണ്ട ഉമ്മക്ക് യാതൊരു പ്രശ്നം നമ്മുടെ ഉള്ളിലല്ലേ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിപ്പോ അതൊന്നല്ല എനിക്ക് ഏറ്റവും പേടി. ഈ ജോലി കിട്ടിയെന്നും പറഞ്ഞ് തുള്ളിക്കൊണ്ട് നടക്കാണ് അങ്ങേര്. കാര്യോ? ആ അവിടുന്ന് ഇനിയിപ്പൊ ആ കുപ്പി കൊണ്ടുപോവാ ഈ കുപ്പി കൊണ്ടുപോവാ കണ്ടോട്ടോ നിക്കണ്ടെന്ന് പറഞ്ഞ ഇവിടെ സ്വൈര്യം ഉണ്ടാവൂല. ആ പറ്റൂലെന്നിട്ട് പറഞ്ഞേക്കണോ? അങ്ങനെ കുപ്പി ഇങ്ങോട്ട് കൊണ്ടുകൊടുക്കുക ആ സമ്പ്രദായം നിൽക്കണം. അത് പിന്നെ അവന്റെ ചങ്ങായിമാർക്കൊക്കെ കൊടുക്കേണ്ടി വരും. അതേന്നെ എനിക്കറിയാം, ഇവരൊക്കെ എന്നോട് ഇത് ചോദിക്കും. ആ ഓനുമാണെങ്കിൽ അവിടെ ഒന്ന് മേടിച്ചോളാൻ പറയും അവനോട്. ഉണ്ണി പറയും അതുപോലെ അനുസരിച്ചാ മതി. ബീവറേജിന്റെ ഒരു ഒഴിവുണ്ട്, അതിൽ നീ ആ തസ്തിക പാസ്സായിട്ട് ബീവറേജിന്റെ കൗണ്ടറിൽ ഒന്ന് ഇങ്ങനെ ഇരിക്കണം. വെല്ലുവിളിച്ചിട്ടാവുന്നത്. അതിന്റെ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞ് പഠിക്കണം. ഒരു പണിയുമില്ല. പ്യാരിന്റെ ഭാര്യ മണ്ടൂര് ജോലി ഏകദേശമായി. എന്തിനു ജീവിക്കുന്നത് ഞാൻ? പിന്നെ ഞാൻ ഒന്നും ചെയ്യൂല. ഞാൻ പറയുന്ന പോലെ പഠിച്ചാ മതി. നീ ഒന്നും ചെയ്യണം. ഇത് PSC പഠിച്ചെടുക്കണം. പരീക്ഷ വന്നാ പാസ്സാവണം. നീ ഞാൻ 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. കല്യാണം ആലോചിച്ച സമയത്ത് എന്റെ അച്ഛൻ പറഞ്ഞ 10 പാസ്സായിന്ന്. ഇവിടെ വരുമ്പോ നീ തോറ്റോ? കുഴപ്പമില്ല. തോക്കലും ജയിക്കലൊക്കെ സാധാരണല്ലേ. നീ PSC പരീക്ഷ പാസ്സായാ മതി. മനസ്സിലായ മോളെ? പറഞ്ഞ കേട്ടോളാ. സാമ്പിള് ഞാനൊരു ചോദ്യം ചെയ്യിക്കും. ഒരു പുള്ളില് എത്ര പെഗുണ്ടാവും? എനിക്കറിയാൻ പാടില്ല. പിന്നെ നിനക്കത് കുന്തറിയത്? ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് ചോറിനോ എത്ര ഇടണം? 2 പ്ലഗ്. ആ 2 പെഗ്. നീ അതൊന്നും പറയണ്ട. നീ പറഞ്ഞ പഠിച്ചാ മതി. ഇതാ കുറച്ച് ജനറല് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ചോയ്ക്ക്. ഇതിലുണ്ട് ചിറാപുഞ്ചി. പറഞ്ഞ കൊണ്ടൊന്നും പറ്റൂല. പറയുന്ന പോലെ പഠിച്ചു പാസ്സായിട്ട് അഭിമാനാടാ. പിന്നെ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ സ്വന്തം കല്ല നിക്കണത്. അതിന്റെ ഒരു ത്രാണിയം കണ്ട് നാട്ടുകാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അതൊന്നും ഈ ചെവി കൊള്ളണ്ട. ഈ ഉസാറായിട്ട് പണിക്ക് പോവുക, ശമ്പളം മേടിക്കാൻ പോരാ. അഭിമാനാണ് ഞമ്മക്ക്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയും കൂടി വന്നില്ലേന്ന്. ഉണ്ണിന്റെ അടുത്താണ് കച്ചറ വെക്കണത്. അതേന്നെ എപ്പോഴും ബഹളം അവിടെ. കൊടുകൊള്ളു കൂടിയോ? കുടിച്ചില്ലെങ്കിൽ നല്ല ചക്കനാ. കുടിച്ചു കഴിഞ്ഞ ഒന്നായിക്കോട്ടെ. എല്ലാരും കണക്കുന്നു. നാട്ടിൽ പോയി വെക്കബാ. എന്റെ കൺമുമ്പ് പ്യാരി കരിബോധനം ഒരു ഫുള്ള് കൊടുത്തിട്ട് ഞാനൊക്കെ ഇത് പഠിക്കണം. ഉണ്ടോ? പഠിച്ച് പാസ്സായി നീ കൗണ്ടർ ജോലിക്കുമ്പോ ഞാനാണൊരു വരുത്തണ്ട മോള. ഓ തല്ലുന്നില്ല ഞാൻ. പഠിക്ക്, കണ്ട് പഠിക്ക്. ജോലിക്കാര് പത്രോസേ പവറ്. നീ പഠിക്ക്. എന്തെത്താ ഈ കാട്ടണേ? എന്തിനാ ഇങ്ങനെ തല്ലണ? ഈ മിണ്ടാൻ പാടില്ല. മിണ്ടത്. ബീവറേജ് ജോലിക്ക് കയറാൻ പോകുന്ന പെണ്ണാണ് പഠിച്ചിട്ട്. നാണോ മാനോ ഉൾപ്പില്ലാണ്ട് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഓള് പഠിച്ച് പാസ്സാവും. അതെന്റെ അഭിമാനാണ്, എന്റെ പ്രശ്നമാണ്. ഓ അപ്പൊ അതാണ് ഇപ്പൊ എന്റെ പ്രശ്നം. എടാ ഓക്ക് പഠിപ്പുണ്ട്, അതുകൊണ്ടാണ് ഓൾക്ക് ജോലി കിട്ടിയത്. ഈ 10ാം ക്ലാസ് ജയിക്കാത്ത ഓൾക്ക് എങ്ങനെ ജോലി കിട്ടുക? എന്ത് മണ്ടത്തരാണ് നിങ്ങൾ പറയുന്നത്? അനക്കെന്താ കിട്ടാത്ത സർക്കാർ പണി? അനക്കെന്താ സർക്കാർ പണി? എന്റെ പണിയോ കാര്യങ്ങളോ നിങ്ങൾ നോക്കട്ടെ. ഓള PSC പരീക്ഷ പാസ്സാക്കിക്കും, ബീവറേജ് കൗണ്ട് ഇരുത്തും. ഞാൻ പോയി എന്റെ ആവശ്യത്തിന് കുടിച്ച് ആടക്കടക്കും. അല്ലടേ കച്ചറക്ക് നിൽക്കല്ലോ. ഇവിടെ ചുറ്റുവട്ടത്തെ ആൾക്കാർ താമസിക്കേണ്ടത്. എന്നും ഇവിടുത്തെ കച്ചറക്ക് മണ്ടു പറയുന്നുണ്ട്. അടിക്കും. ഇതെന്റെ വീട്, എന്റെ സ്ഥലം. ഇത് ഞാൻ, ഇതെന്റെ ഭാര്യ. വളപ്പിന് പുറത്തോയിക്കൊള്ളണം. എന്റെ വീട്ടിലൊക്കെ കേസ് കൊടുക്കും ഞാൻ. കുടിക്കാൻ വേണ്ടി കുടിക്കുമ്പോണ്ട് പെണ്ണായനോട് ഞാൻ തല്ലും. പക്ഷെ നിങ്ങളെ തല്ലും. ചിലതൊന്നും കഴിക്കാൻ നന്നാവൂലടാ. എന്റെ മോളെ അണ്ട യോഗം അല്ലാതെ എന്താ പറയാ? പോരോട്ട് കളകോട്ട് പറഞ്ഞാ മനസ്സിലാവും. ഏരിയയിൽ കിടക്കാൻ പാടില്ല. ഇന്ത്യയുടെ തലസ്ഥാനം ഒന്നും അറിയില്ല. പഠിച്ചോണ്ടിരിക്കാനാണ് ഈ പറയുന്നത്. കുന്ത പ്യാരീനങ്ങാട്ട് 2 പെഗ് അധികം കഴിക്കുന്നവനാണോ ഞാൻ? അപ്പൊ ആര് അതിന് അർഹൻ? ആര് അർഹൻ?
അത് പറഞ്ഞ കാര്യം ഞാൻ SLC പാസ്സാവാണ്ട് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. ഇന്ന് ഞാൻ കൊന്നു കളഞ്ഞാലോ എന്നാ ദൈവമേ ആലോചിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ മൃഗം എനിക്കറിയാൻ പാടില്ല. പോട്ടെ, ഇന്ത്യയുടെ ദേശീയ പക്ഷി MCR ആരാ? ഇവിടെ കാശോട് കാശ് MCR ആരാ ചേട്ടാ? MCR ആരാ കേട്ടാ? ഏതാ? മാങ്കോ ചില്ലി കൊടുത്തൂടെ. സുഖതാ, നീ എന്തിനാണ് ഇവിടെ നിൽക്കണത്? നിനക്ക് അവിടെ എവിടെയും പോയിരുന്നോ? ഞാൻ ക്യൂ നിൽക്കുന്നില്ലേ? അവിടെ ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്ന ബോറടിക്കില്ലേ? ഇവിടെ ആകുമ്പോ മുണ്ടിയും പറഞ്ഞു നിൽക്കാലോ. എന്താണ് നീ ആ പോസ്റ്റ്മാൻ ചന്ദ്രന്റെ മോനല്ലടാ? ആണെങ്കിൽ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് ചേട്ടൻ അറിഞ്ഞിട്ട് എന്താ മുളകടി ചേരാന്നല്ലോ. അതെ, ഇവിടുത്തെ ചെക്കന്മാരോടൊന്നും പറയണ്ട, ബഹുമാനില്ല. എന്താ ഇങ്ങനെ സംസാരിക്കണു? അതാ പറഞ്ഞ മിണ്ടണ്ടാന്ന്. ഞാൻ അവന്റെ അച്ഛനെന്ന് കാണട്ടെ. ആരെ? ചന്ദ്രനെ. ചന്ദ്രനെ? ചന്ദ്രൻ അതാ ക്യൂവിന്റെ ബാക്കിലൊക്കെ ഉണ്ട്. ബാക്കിലൊക്കെ ഉണ്ട്. ചന്ദ്രനോ? അല്ല, സൂര്യൻ. ഇനി അവന്റെ ഏട്ടൻ്റെ ഒരു പൊടിയഞ്ചാമി. അപ്പൊ ഇപ്പൊ കുറച്ചുമ്പോ വാങ്ങിയിട്ടും പോയി. നല്ല ഫാമിലിയാ. കിട്ടണോ? വേണ്ട വേണ്ട, എന്നാ എന്നോട് നിന്നിട്ട് കുഴപ്പമില്ല. ഞാൻ ഇവിടെ നിക്കട്ടെ. ഇവിടെ നിന്നതല്ലേ ഇപ്പൊ? നിക്ക് അങ്ങോട്ട്. ഞാൻ ഇവിടെ നിന്നാലേ അവിടെ നിക്കട്ടെ. ആദ്യം നിന്നോന്നേ. ചേട്ടാ സെലിബ്രേഷൻ ചേട്ടാ അടുത്താണ് പറ്റേ അടുത്താണ് പറ്റേ ഇതാണ് മൂവി സാറേ. MCR സാറേ. MCR സത്യത എന്ത് എന്തത് സാധനം ഒന്ന് മേടിക്കാതിട്ട് ക്യൂ നിക്കണം. അങ്ങനെ മാറിയ വൈഫല്ല അകത്തിരിക്കണം. ഞാൻ മേടിച്ചരാന്ന് മാജിക് മൂവ്മെന്റ് ഒക്കെ തര സമ്മാനപ്പെടും. തരാ എല്ലാവർക്കും തരാ. ചേട്ടാ എന്താ അതെ, ഒരു RC എടി, ഒരു RC എടുത്തേ. ഇവിടെ ഇല്ല ഇല്ല RC ഇല്ലേ? ഇല്ല. എന്നാ ആന്റിക്കുട്ടി ആ നീല കുപ്പിയില്ല. എന്ത് പറയാ? നീ എന്താ കളിക്കണ? നീ എന്താണ് ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ടല്ലോ. ഇവിടുന്ന് ഞാൻ കൊല്ലം കുറയല്ലോ. എന്തിനാണ് നീ ഇപ്പൊ കുടിക്കാൻ പോണത്? എടി, എനിക്ക് കുടിക്കാനല്ലടി, ഗസ്റ്റ് ഉണ്ടടി. അതിന്റെ ആവശ്യമില്ല പേര്. നീയാണ് എന്റെ ആവശ്യം. ഇയാൾക്കല്ല, എന്താണ് വെറുതെ തിരക്കുണ്ട്. തരാന്നത് നീ മേടിച്ചു കുടിക്കോ ഇവിടുന്ന്? മേടിച്ച എന്റെ ഭാര്യയാണ് നിക്കണ. പൈസ കൊടുത്തിട്ട് തരണമെങ്കിൽ ആൾ വേണം. ചേട്ടാ എന്താ RC ഉണ്ടാ? കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. പരാതിപ്പെട്ട അന്നാ മൗണ്ട് കാസ്റ്റില് അല്ല, വേണ്ട വേണ്ട, ഒരു മോർഫിസ് മതി. പൈസ എടി ഇല്ലടി, ആ കറുത്ത പെട്ടി വീട്ടിൽ അതെ പ്യാരയുടെ മനസ്സിലായി. നീ ആ കറുത്ത പെട്ടി എടുത്ത് ഏതാണെന്ന് പഠിച്ചിട്ടില്ലേ? അതെ, ആ അടപ്പിന്റെ മുകളിൽ അങ്ങനെ ഒരു ചതുര ഡോക്ടറേറ്റ് കിട്ടിയതില്ലേ? നീ ഇതെന്താ പൊട്ടൻ ബിസ്ക്കറ്റ് കണ്ട പോലെ ആ മോർഫിസ് എന്തോരം കാലിക്കുപ്പിയാ വീട്ടിൽ കിടക്കണം. നീ ആ വെള്ളം ഒഴിച്ചിട്ട് മണിപ്ലാന്റ് നടുവില്ലേ, ഉരുണ്ട കുപ്പി? മോളിലടി എന്റെ വില കളയുമല്ലേ അത് തന്നെ പഠിച്ചെന്ന് എന്തേലും വീഴ്ച ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ പൊതിഞ്ഞോ അടുത്ത് പൊതിഞ്ഞു.